ചേച്ചും ചേട്ടാ ഇതേ ഈ തമ്പി ചേട്ടനോട് ഇത് പറഞ്ഞപ്പോൾ പുള്ളി ചെല്ലാത്ത എന്താന്ന് വെച്ചപ്പോൾ അച്ഛൻ ചെല്ലണ്ടെന്ന് പറഞ്ഞതാണ് ഇത്. അതായത് ഈ അതെങ്ങനെയാന്നേ, അത് എല്ലാ പള്ളിയിലും 34 രൂപ ചെല്ലണ. ഞങ്ങളെ അവകാശല്ലേ, അവകാശല്ലേ? അങ്ങനെയല്ല, ഞങ്ങൾക്ക് അതെന്താ പറയണേ, അതായത് ഞങ്ങൾക്ക് അല്ല മക്കൾ അല്ല വണ്ടിയെന്ന് പറഞ്ഞോ, അതായത് വിശ്വാസികൾക്ക് കിട്ടേണ്ട അധികാരം കിട്ടണ്ടേ, അല്ല അവകാശം കിട്ടണ്ടേ, അവകാശം കിട്ടണ്ടേ, അവകാശം കിട്ടണ്ടേ, അവകാശം കിട്ടണ്ടേ, അവകാശം കിട്ടണ്ടേ ഞങ്ങൾക്ക് വേണ്ടേ? പ്രിയ വിശ്വാസി സഹോദരങ്ങളെ, ഞാൻ മാർട്ടിൻ തേവർപാടം. കഴിഞ്ഞ 8-ാം തീയതി ഞായറാഴ്ച പെരുമ്പാവൂർ സെൻറ് മേരീസ് പള്ളിയിൽ 3 മണിക്ക് സണ്ണി കളപ്പുരയ്ക്കൽ എന്ന് പറയുന്ന വ്യക്തി നടത്തുന്ന 20 മിനിറ്റുള്ള സമവായ കുർബാന, അത് എല്ലാ ഞായറാഴ്ചയും 3 മണിക്ക് അദ്ദേഹം 20 മിനിറ്റ് കൊണ്ട് തീർക്കുന്നു. പല പ്രാർത്ഥനകളും ഒഴിവാക്കുന്നു. അപ്പം അദ്ദേഹം ഒഴിവാക്കുന്ന പ്രാർത്ഥനകളെ പറ്റിയല്ല ഞാൻ ചോദിച്ചത്. അപ്പോൾ ഈ മുകളിലെ വീഡിയോയിൽ കാണുന്നത് ആ 8-ാം തീയതി കുർബാനയ്ക്ക് ശേഷം പള്ളിമേടയിലേക്ക് അച്ഛൻ വന്നപ്പോൾ ഞാൻ ചോദിക്കുന്നത്, പള്ളിയിലെ കപ്പ്യാർ തമ്പിച്ചേട്ടൻ ചെല്ലേണ്ട ഒരു പ്രാർത്ഥന, അത് തമ്പിച്ചേട്ടനോട് എന്തുകൊണ്ട് ചെല്ലുന്നില്ല? എല്ലാ രൂപതകളിലും ചെല്ലുന്ന പുതിയ പുസ്തകത്തിലെ തക്സ അനുസരിച്ചുള്ള പ്രാർത്ഥന ശുശ്രൂഷി ചെല്ലുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ, ചെല്ലാത്തത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് അച്ഛൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛനോട് ഞാൻ കുർബാനയ്ക്ക് ശേഷം പള്ളിമേടയിൽ ചെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ്റെ പ്രതികരണമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഒരു വിശ്വാസിയുടെ അവകാശം അത് ചോദിച്ചപ്പോൾ അത് തരുവാൻ കടപ്പെട്ട അച്ഛനോ ശരിയായ രീതിയിൽ പള്ളിയിൽ കുർബാന ചൊല്ലുന്നില്ല, അത് അവഹേളിച്ച് ചെല്ലുന്നു. അപ്പോൾ അവിടെ ശുശ്രൂഷയായിട്ടുള്ള കപ്പ്യാര് ചെല്ലേണ്ട പ്രാർത്ഥനയാണ് ചെല്ലാത്തത് എന്തെന്ന് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്നത് ചെല്ലുകേല എന്നാണ്. അത് മാത്രമല്ല, ഒരു ഇടവക്കാരനായ എന്നോട് അദ്ദേഹം തട്ടിക്കയറുന്നത് നിങ്ങൾക്ക് കാണാം. ഇതിനെപ്പറ്റി ഞാൻ അദ്ദേഹത്തോട് വക്കീൽ മുഖേന നോട്ടീസ് വഴി ചോദിച്ചിട്ടുണ്ട്. അതിന് അദ്ദേഹത്തിന് വേണ്ട സമയം കൊടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു പ്രതികരണം ഉണ്ടാകാത്തത് കൊണ്ടാണ് ഇത് പരസ്യം ചെയ്യേണ്ടി വന്നത്. എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായ വിരോധമില്ല. പക്ഷേ ഈ എറണാകുളം അങ്കമാലി രൂപതയിലെ ഈ രീതിയിലുള്ള വിശ്വാസികളുടെ തലയിൽ കയറി ചെവി കടിച്ചു തിന്നുന്ന ഈ ലോകത്തൊഴിലാളികളുടെ അക്രമങ്ങൾ ഒന്ന് പരസ്യമാക്കണമെന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിവിടെ ചെയ്യുന്നത്. ഇത് എനിക്ക് വ്യക്തിപരമായിട്ടല്ല, ഇത് സഭയ്ക്ക് വേണ്ടി എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ചെയ്തു എന്ന് മാത്രം.